നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. സാമ്പത്തിക വളർച്ചയിൽ ജപ്പാനെ പിന്നിലാക്കി ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഈ വർഷം തന്നെ ഇന്ത്യ മാറുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ടുകൾ. 2024 വരെ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഈ വർഷം 4ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന രാജ്യം അടുത്ത വർഷങ്ങളിൽ ജർമ്മനിയെയും പിന്നിലാക്കി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം. ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നുവെന്നും പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഗുട്ടറസ് സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണ പ്രഖ്യാപിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചത്. ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു. ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുടിനെ ക്ഷണിച്ചത്. മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സക്കറിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. മാഹി സ്വദേശിയായ യുവതി നൽകിയ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തനിക്കെതിരെ വീഡിയോയിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. രാത്രി 8:30യോടെയാണ് ഷാജൻ സ്കറിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻ സ്കറിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്നും വസ്ത്രം മാറ്റാൻ പോലും അനുവദിച്ചില്ലെന്നും ആരോപിച്ചു മറുനാടൻ മലയാളി ചാനൽ പ്രവർത്തകരും രംഗത്ത് വന്നു. പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി അദ്ദേഹം ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയെല്ലാം കള്ളക്കേസെന്നും അറസ്റ്റ് ചെയ്ത വേളയിൽ പറഞ്ഞു. എന്തിനോ വേണ്ടി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്ന് അറസ്റ്റിന് ശേഷം ജാമ്യം ലഭിച്ചപ്പോൾ ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻ സ്കറിയ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെയാണ് ഷാജൻ സ്കറിയയുടെ ആരോപണം ഉന്നയിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ കയറി വന്നത് ഗുണ്ടകളെപ്പോലെയാണെന്നും ഷാജൻ സ്കറിയ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനുമെതിരെ ധാരാളം വാർത്തകൾ കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ടെന്നും നേരത്തെ തന്നെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത മൂലമാണ് ഇപ്പോഴത്തെ DGPക്കും തന്നോടൊരു വാശിയുണ്ടെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. താനൊരു പാർട്ടിയുടെ ആളല്ലെന്നും പൊതുസ്വത്താണെന്നും റാപ്പർ വേടൻ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച കലാപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് ഞാൻ ചേട്ടനാണ്, അനിയനാണ്. ഞാൻ നിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്വാധീനം ഉണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നിലുണ്ട്. എനിക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതെന്നും വേടൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ നിന്ന് വീണ്ടും പുക. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററിലടക്കം പ്രവർത്തിക്കുന്ന 6ാം നിലയിൽ വീണ്ടും പുക വരുന്നതിനാൽ ഗുരുതര വീഴ്ചയെന്ന് ആരോപണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധനയ്ക്കിടെയാണ് പുക ഉയർന്നത്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലടക്കം അപാകതയുണ്ടെന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വിശദമായ പരാതി നൽകുമെന്നും MK രാഘവൻ MPയും പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുന്നതിന് മുമ്പ് വാർഡിൽ രോഗികളെ പ്രവേശിപ്പിച്ചത് വീഴ്ചയെന്ന് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിലെ UPS റൂമിൽ പുക കണ്ട സംഭവത്തിന് ശേഷം സുരക്ഷാ പരിശോധന നടക്കുന്നതിനിടയിൽ സർക്കാർ അനുമതി ഇല്ലാതെയാണ് കെട്ടിടത്തിന്റെ 2, 3, 4 നിലകളിൽ രോഗികളെ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ വീണ ജോർജ് വിശദീകരണം തേടിയിട്ടുമുണ്ട്. KPCC നേതൃത്വമാറ്റ ചർച്ചകൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കണ്ട് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അവമാനിക്കുന്നത് ഒഴിവാക്കണമെന്നും K സുധാകരൻ പറഞ്ഞു. KPCC നേതൃത്വമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിൽ നടക്കുന്ന പൊട്ടിത്തെറിയാണെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. കോൺഗ്രസിലെ നേതൃത്വമാറ്റ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്ര അനിശ്ചിതമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ A സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ അനുവദിച്ചത്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സ്വപ്നയെ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. KSRTC ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ് നടപ്പാക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ.
600 കോടി രൂപ ചിലവിൽ 3 സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹ്യാധിഷ്ഠിത ലഹരി വിമുക്ത സേവനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികളെ പരിചരിക്കാൻ പ്രത്യേക സംവിധാനം വേണം. കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സ്നേഹപൂർണ്ണമായ പരിചരണം ഒരുക്കണം. സ്ത്രീകൾക്കും പ്രത്യേക പരിചരണം ഒരുക്കണം. മതിയായ വിദഗ്ധ പരിശീലനം ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന സംഭവത്തിൽ മന്ത്രി DGPക്ക് പരാതി നൽകി. വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവത്തിൽ DGPക്ക് പരാതി നൽകിയെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസാണ് അറിയിച്ചത്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ കൊച്ചിൻ ദേവസ്വം ശിവകുമാർ വടക്കുന്നാ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട ഇന്നലെ തുറന്നുകൂടിയാണ് തൃശൂർ പൂരത്തിന് തുടക്കമായത്. ഇന്ന് രാവിലെ 8-ന് ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങളുടെ വരവാണ്. പകൽ 11:30 ആരംഭിക്കുന്ന തിരുവമ്പാടി വിഭാഗത്തിനും അടത്തിൽ വരവ് നായ്ക്കനാൽ എത്തിയാൽ പഞ്ചവാദ്യം പാണ്ഡിമേളത്തിന് വഴിമാറും. പകൽ 12-ഓടെ പാറമേക്കാവ് എഴുന്നള്ളിപ്പ് തുടങ്ങും. കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചു. BSc 6ാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി. യുവ സംവിധായകർക്കെതിരെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സംവിധായകനും ഛായാഗ്രഹനുമായ സമീർ താഹിർ അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. വിവാഹ സൽക്കാരത്തിനിടെ കത്തിക്കുത്ത്. കാട്ടാക്കട കൃപ ഓഡിറ്റോറിയത്തിലാണ് സംഭവം. അരുമാളൂർ സ്വദേശി അജീറാണ് കുത്തേറ്റത്. മണ്ഡപത്തിനടുത്ത് മദ്യപിച്ച് തുറന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് സംഭവങ്ങൾ. പരിക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൻ എന്നയാൾ ആക്രമിച്ചതാണ് പ്രാഥമിക വിവരങ്ങൾ. വയനാട് വാളാട് പുഴയോട് ചേർന്നുള്ള ഡാമിൽ കുളിക്കാൻ പോയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പുലിക്കാട്ട് കടവ് പുഴയോട് ചേർന്നുള്ള ചെക്ക് ഡാമിലാണ് വിദ്യാർത്ഥികൾ മുങ്ങിയത്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൊല്ലത്തെ കൂടി നീട്ടി നൽകും. കേന്ദ്ര സർക്കാർ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച പേരുകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എതിർത്ത സാഹചര്യത്തിലാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും പങ്കെടുത്ത യോഗത്തിൽ ഒറ്റ പേരിലേക്ക് എത്താനായില്ല. എന്നാൽ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തെ കൂടി നീട്ടാൻ അംഗങ്ങൾ സമ്മതിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയിലേക്ക് അനുമതി നിഷേധിച്ച തീരുമാനം പാകിസ്ഥാനിന് തന്നെ തിരിച്ചടിയായി. എയർ ഫ്രാൻസ്, ലുഫ്താൻസ എന്ന വിമാനങ്ങളാണ് പാക് വ്യോമപാത ഒഴിവാക്കിയത്. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ വിമാന കമ്പനികളെ വിലക്കിയപ്പോൾ ഇവർ മാത്രമാവും തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കാതിരിക്കുക എന്ന പ്രതീക്ഷ പാകിസ്ഥാന് മറ്റു വിമാന കമ്പനികളുടെ തീരുമാനമാണ് തിരിച്ചടി ആയത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക ദിവസത്തിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ 3-അംഗ സമിതി ചീഫ് ജസ്റ്റിസിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. കടലിൽ കോമ്പാറ്റ് ഫയറിംഗ് നടത്തി DRDOയും നാവികസേനയും തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനാണ് പരീക്ഷിച്ചത്. കടലിലെ പ്രയോഗത്തിന് കരുത്ത് പകരുന്ന പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത്. ശത്രുരാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ രാജ്യപരിധിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് ഗ്രൗണ്ട് മൈൻ പ്രയോജനപ്പെടും. ഇന്ത്യയുടെ സമുദ്രത്തെ സംരക്ഷിക്കുന്നതിന് പുതിയ പരീക്ഷണം കൂടുതൽ കരുത്ത് പകരുമെന്നാണ് വിലയിരുത്തൽ. ബാങ്കിന് സമീപത്തുള്ള ATM കൗണ്ടർ തകർക്കാൻ കൊണ്ടുപോയ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മരിച്ച യുവതി നിരവധി മോഷണ കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസമാണ് വടക്കൻ ഗ്രീക്ക് നഗരമായ തെസലോനിക്കയിൽ 38-കാരിയായ യുവതി ബോംബ് പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത്. കാത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയെക്കുറിച്ച് കർദിനാൾ മാർ ചർച്ച ചെയ്തതെന്ന് വത്തിക്കാൻ. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇടയൻ വേണമെന്ന അഭിപ്രായമാണ് ഉയർന്ന്. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ടവകാശമുള്ള 133 കർദിനാൾമാരും റോമിലെത്തി. ക്രമരഹിതമായ ലോകത്തിന് പാലവും വഴികാട്ടിയും പാകണം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ എന്നും വിശ്വാസത്തിന്റെ പ്രചരണം, സൃഷ്ടിയുള്ള കരുതൽ, യുദ്ധം തുടങ്ങിയ വെല്ലുവിളികളാണ് മുന്നിലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. IPL ഡൽഹി ക്യാപിറ്റൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം മഴയെ തുടർന്നും ഉപേക്ഷിച്ച് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഡൽഹിയുടെ ഇന്നിംഗ്സ് 136 റൺസിന് അവസാനിച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.